നമസ്തേ. കാട്ടിലെ നക്സലിസത്തെ നേരിട്ട ഇന്ത്യ ഇനി നേരിടേണ്ടത് മനസ്സിലെ നക്സലിസത്തെയോ? അതിനൊപ്പം 2047 വികസിത ഭാരതത്തിലേക്കുള്ള 7 വഴികൾ എന്തൊക്കെയാണ്? ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയ ദിമാഗി നക്സലുകൾ എന്ന മുന്നറിയിപ്പിനൊപ്പം പ്രഖ്യാപിച്ച സപ്തധാര ഇന്ത്യയുടെ അടുത്ത വളർച്ചാഘട്ടത്തിന്റെ ദിശ വ്യക്തമാക്കുന്നതാണ്. സുരക്ഷയും സ്വാശ്രയത്വവും മുതൽ ഉൽപാദനം, കൃഷി, സാങ്കേതികവിദ്യ, ഗതിശക്തി, ഹരിത ഊർജ്ജം, സോഫ്റ്റ് പവർ വരെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നരേന്ദ്രമോദി മുന്നിൽ വയ്ക്കുന്നത് വലിയൊരു ദേശീയ ലക്ഷ്യമാണ്. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് ചെങ്കോട്ടയിൽ തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയുടെ കൊത്തളങ്ങളിൽ ദേശീയ പതാക ഉയർത്തിയ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മുഹൂർത്തങ്ങളിലൊന്ന് എന്ന് പറയുന്നത് ചെങ്കോട്ടയിൽ ആദ്യമായി പൂർണ്ണരൂപത്തിൽ വന്ദേമാതരം ആലപിച്ചതാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ആദ്യമായാണ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചത്. ദില്ലിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യസമര സേനാനികളുടെ ജീവത്യാഗത്തെയും ധീരതയും സ്മരിച്ച പ്രധാനമന്ത്രി വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ച് സംസാരിച്ചു. അതിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിന്നിവിടെ വായിക്കാൻ പോകുന്നത്. മനസ്സുകൊണ്ട് നക്സലുകളായവർ അധികാരത്തിന്റെ ഇടനാഴികളിലുണ്ടെന്നും അവരെ തിരഞ്ഞു കണ്ടുപിടിച്ചാലേ വികസനത്തിനുള്ള തടസ്സങ്ങൾ നീക്കാൻ കഴിയൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. അത്തരം വ്യക്തികൾ അധികാരത്തിന്റെ ഇടനാഴികളിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ വികസനം തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ അവരെ ഒറ്റപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനോടനുബന്ധിച്ച് ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം പറഞ്ഞത്. രാജ്യത്തെ സായുധ നക്സലൈറ്റുകളെ വനങ്ങളിൽ നിന്ന് നിർവീര്യമാക്കി. എന്നാൽ ദിമാഗി നക്സലുകൾ, മനസ്സുകൊണ്ട് നക്സലുകളായവരുണ്ട്. അത്തരം പ്രത്യയശാസ്ത്ര നക്സലൈറ്റുകൾ അവസരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും രാജ്യത്ത് വീണ്ടും അരാജകത്വത്തിന്റെ സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നക്സലിസം നിരവധി യുവാക്കളുടെ ഭാവി നശിപ്പിച്ചുവെന്നും മാവോയിസത്തിനെതിരായ ഭാരതത്തിന്റെ പോരാട്ടത്തിൽ 3500-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധങ്ങളിൽ മരിച്ചവരുടെ എണ്ണത്തേക്കാൾ ഉയർന്നതാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പ്രത്യയശാസ്ത്ര നക്സലൈറ്റുകൾ അവസരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അവർ അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും പാതകൾ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് വലിച്ചിടാൻ വിവിധ ശ്രമങ്ങൾ നടത്തുകയാണ്. ഈ പ്രത്യയശാസ്ത്ര നക്സലൈറ്റുകളെ നാം തിരിച്ചറിയുകയും അവരെ ഒറ്റപ്പെടുത്തുകയും വേണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഭാരതത്തിലെ യുവാക്കളുമായി ബന്ധപ്പെടാനും രാജ്യത്തെ വികസിതമാക്കാനും സഹായിക്കുന്നതിന് അവർ മുഖ്യധാരയിൽ തുടരുന്നുവെന്നും ഉറപ്പാക്കാനും കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. രാജ്യത്തിന്റെ സുരക്ഷ എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യുദ്ധങ്ങൾ ഭാരതത്തിന്റെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും ദിമാഗി നക്സലുകളെ പരാമർശിച്ചുകൊണ്ട് രാജ്യം ഉള്ളിൽ നിന്നുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞു. എന്നിരുന്നാലും അത്തരം എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ രാജ്യം ഇപ്പോഴും തയ്യാറാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പുതിയ തരം യുദ്ധം ഉയർന്നുവരുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആക്രമണങ്ങൾ ഒരു റിഫൈനറി, ബാങ്കിംഗ് മേഖല അല്ലെങ്കിൽ ഒരു ഡാറ്റാ സെന്ററിനെ ലക്ഷ്യം വെച്ചേക്കാം. അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെടാം. ഫാക്ടറികൾ ലക്ഷ്യം വെച്ചേക്കാം. കഴിഞ്ഞ വർഷം ഞങ്ങൾ മിഷൻ സുദർശൻ ചക്ര പ്രഖ്യാപിച്ചിരുന്നു. അതിനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭാരതത്തിന്റെ വളർച്ചയുടെ അടുത്ത ഘട്ടം സപ്തധാര വഴിയിൽ 7 മേഖലയിലൂടെ ആയിരിക്കുമെന്ന് 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ഭാരതത്തിന്റെ അടുത്ത ഘട്ട വളർച്ചയ്ക്ക് ശക്തി പകരുന്ന സപ്തധാര പരിഷ്കാരങ്ങൾ അഥവാ ഇന്ത്യയുടെ ശക്തിയുടെ 7 മേഖലയിലെ ഭാവി പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തോട് പങ്കുവച്ചിരിക്കുകയാണ്. വികസിതവും സ്വാശ്രയവുമായ ഭാരതം എന്ന ദർശനത്തിന് സംഭാവന നൽകാൻ പൗരന്മാരോട് ആഹ്വാനം ചെയ്ത നരേന്ദ്രമോദി 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഈ 7 വഴികൾ നിർണായക പങ്കുവഹിക്കുമെന്ന് പറഞ്ഞു. ഉൽപാദനം, കൃഷി, സാങ്കേതികവിദ്യ, ഗതിശക്തി, പ്രതിരോധം, ഹരിത ഊർജ്ജം, സോഫ്റ്റ് പവർ എന്നിവയാണ് ഇന്ത്യയുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന 7 ധാരകളായി പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞത്. അത് ഓരോന്നും നമുക്ക് വിശദമാക്കാം. 1. ഉൽപാദനം. ഭാരതത്തിന്റെ അടുത്ത വളർച്ചാഘട്ടത്തിന്റെ അടിത്തറയായി ഉൽപാദനത്തെ വിശേഷിപ്പിച്ച നരേന്ദ്രമോദി ഈ മേഖലയുടെ ഒരു പ്രധാന വികാസത്തിന് ആഹ്വാനം ചെയ്തു. വ്യക്തിഗത ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം ഭാരതം സമ്പൂർണ്ണ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള വിതരണ ശൃംഖലകളിൽ ഭാരതത്തെ ഒരു പ്രധാന പങ്കാളിയായി സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ചെലവ്, ഗുണനിലവാരം, സ്കെയിൽ എന്നീ 3 നിർണായക ഘടകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർമ്മാതാക്കളെ ആഹ്വാനം ചെയ്തു. നമുക്ക്
നമുക്ക് ഉൽപ്പന്നങ്ങളുടെ ഭാഗങ്ങളും സമ്പൂർണ്ണ ഉൽപ്പന്നങ്ങളും ആവശ്യമാണ്. ആകർഷകമായ പാക്കേജിങ്ങും കൃത്യതയും ഭാരത ഉൽപ്പന്നങ്ങളെ നിർവചിക്കുന്ന സ്വഭാവങ്ങളായി മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2. കൃഷിയും ഭക്ഷ്യസുരക്ഷയും. സപ്തധാരയുടെ രണ്ടാമത്തെ സ്തംഭം കൃഷിയും ഭക്ഷ്യോൽപാദനവുമാണ്. ഭാരതത്തിന്റെ വികസന യാത്രയിൽ കാർഷിക മേഖലയുടെ പ്രാധാന്യം നരേന്ദ്രമോദി ഊന്നി പറഞ്ഞിരിക്കുകയാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ഭക്ഷ്യവും കൃഷിയും കേന്ദ്ര ബിന്ദുവായി തുടരുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദീർഘകാല ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കാർഷിക ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. 3. സാങ്കേതികവിദ്യയും നവീകരണവും. ഭാരത വളർച്ചാ തന്ത്രത്തിന്റെ മൂന്നാമത്തെ ധാരയാണ് സാങ്കേതികവിദ്യയും നവീകരണവും. ഡാറ്റാ സെന്ററുകൾ, റോബോട്ടിക്സ്, ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ആധിപത്യം പുലർത്തുന്ന ഒരു യുഗത്തിലേക്ക് ലോകം പ്രവേശിക്കുകയാണെന്നും ഇന്ത്യ ഒരു ആഗോള സാങ്കേതിക കേന്ദ്രമായി സ്വയം സ്ഥാനം പിടിക്കണമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസിന്റെ അതായത് UPI വിജയത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഭാരതം ഇതിനകം തന്നെ അതിന്റെ സാങ്കേതിക കഴിവുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ കൂടുതൽ അഭിലാഷകരമായ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഡാറ്റാ സെന്ററുകളുടെയും റോബോട്ടിക്സിന്റെയും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെയും യുഗമാണിത്. ഭാരതം ഈ സാങ്കേതിക വിദ്യകളുടെ കേന്ദ്രമായി മാറേണ്ടതുണ്ട്. അടുത്ത തലമുറ ടെലികമ്മ്യൂണിക്കേഷന്റെ വികസനം ത്വരിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇന്ത്യൻ നിർമ്മിത 6G സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. 4. ഗതിശക്തി. അടിസ്ഥാന സൗകര്യ വികസനവും കണക്ടിവിറ്റിയും സപ്തധാരയുടെ നാലാമത്തെ ധാരയാണ്. വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിലും ലോജിസ്റ്റിക്സ് മെച്ചപ്പെടുത്തുന്നതിലും ബിസിനസ്സുകൾ ശക്തിപ്പെടുത്തുന്നതിലും റോഡുകൾ, ഹൈവേകൾ, എക്സ്പ്രസ് വേകൾ എന്നിവ നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ അവയ്ക്ക് കൂടുതൽ ശ്രദ്ധ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. വേഗതയേറിയ കണക്ടിവിറ്റി സാമ്പത്തിക അവസരങ്ങൾ തുറക്കാനും ഭാരത വികസനത്തിന് ഗണ്യമായ സംഭാവന നൽകാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 5. രക്ഷാശക്തി. അഞ്ചാമത്തെ സ്തംഭം പ്രതിരോധത്തിലും സൈനിക സ്വാശ്രയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഭാരതം ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം ശക്തിപ്പെടുത്തുകയും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യണമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഡ്രോണുകൾ, കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ ഉയർന്നുവരുന്ന സൈനിക സാങ്കേതിക വിദ്യകളിൽ അദ്ദേഹം പ്രത്യേക ഊന്നൽ നൽകിയിരിക്കുകയാണ്. ഈ മേഖലകളിൽ കൂടുതൽ നിക്ഷേപം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ അഭിപ്രായത്തിൽ ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഒരു ആത്മനിർഭർ പ്രതിരോധ മേഖല അത്യാവശ്യമാണ്. 6. ഹരിത ഊർജം. ഭാരതത്തിന്റെ വളർച്ചാ മാതൃകയുടെ 6ാമത്തെ ധാരയായി ഹരിത ഊർജം തിരിച്ചറിഞ്ഞു. പരിസ്ഥിതി സുസ്ഥിരത ഉറപ്പാക്കുന്നതിനൊപ്പം ഭാവിയിലെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ശുദ്ധമായ ഊർജ്ജ സാങ്കേതിക വിദ്യകളിലെ നവീകരണം അനിവാര്യമാണെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജ മേഖല വികസിപ്പിക്കുന്നതിനും ശുദ്ധമായ ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള പരിവർത്തനം ത്വരിതപ്പെടുത്തുന്നതിനും കൂടുതൽ ശ്രമങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. 7. സോഫ്റ്റ് പവർ. സപ്തധാരയുടെ അവസാന സ്തംഭം ഭാരതത്തിന്റെ സോഫ്റ്റ് പവറാണ്. ഭാരതത്തിന്റെ സാംസ്കാരിക സ്വാധീനം അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യോഗ, കരകൗശല വസ്തുക്കൾ, സിനിമകൾ, ആനിമേഷൻ, ഗെയിമിംഗ്, ഡിജിറ്റൽ ഉള്ളടക്കം, സർഗാത്മക വ്യവസായം എന്നിവ രാജ്യത്തിന്റെ സോഫ്റ്റ് പവറിന്റെ പ്രധാന ഘടകങ്ങളായി എടുത്തു കാണിച്ചു. അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കാൻ രാജ്യം കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിന്റെ വിശാലമായ ടൂറിസം സാധ്യതകളിലേക്കും അദ്ദേഹം വികസിതവും സ്വാശ്രയവുമായ ഒരു രാഷ്ട്രമാക്കി മാറ്റാൻ സഹായിക്കുമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഭാരതത്തിന്റെ ദേശീയ ഉദ്യാനങ്ങൾ, സാംസ്കാരിക ആകർഷണങ്ങൾ, വിനോദ വ്യവസായം, വികസിച്ചുകൊണ്ടിരിക്കുന്ന സംഗീത കച്ചേരി, സമ്പദ് വ്യവസ്ഥ എന്നിവ ടൂറിസത്തെ ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനും ഗണ്യമായ അവസരങ്ങൾ നൽകുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ അഭിപ്രായത്തിൽ ഈ 7 ധാരകൾ ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല 2047ഓടെ രാജ്യത്തെ ഒരു വികസിതവും സ്വാശ്രയവുമായ രാഷ്ട്രമാക്കി മാറ്റാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടിയോളം യുവാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI നൈപുണ്യത്തിൽ പരിശീലനം നൽകുമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വിവിധ പരീക്ഷകൾക്കായി വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഓൺലൈൻ കോച്ചിങ്ങും അദ്ദേഹം ഈ വേളയിൽ പ്രഖ്യാപിച്ചു. ചെങ്കോട്ടയിൽ 80ാം സ്വാതന്ത്ര്യദിനത്തിൽ സംസാരിക്കവെയാണ് ചെലവ്, ഗുണമേന്മ, വൈദഗ്ധ്യം എന്നീ 3 കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ വികസനത്തിനും വികസിത് ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും യുവാക്കൾ നിർണായകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
680 പുതിയ സർവകലാശാലകൾ. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ഭാരതത്തിലുടനീളം 680 പുതിയ സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഭാരതത്തിൽ ഇപ്പോൾ 850 മെഡിക്കൽ കോളേജുകളുണ്ടെന്നും യുവാക്കളുടെ വിദ്യാഭ്യാസത്തിന് തന്റെ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാരതത്തിലെ തന്നെ വിദേശ സർവകലാശാലകളിൽ നിന്ന് ബിരുദം നേടുന്നതിന് യുവാക്കളെ പ്രാപ്തരാക്കുന്നതിന് കൂടുതൽ ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുവാക്കളെ നവീകരണത്തിലും സാങ്കേതികവിദ്യയിലും താൽപര്യം വളർത്താൻ സഹായിക്കുന്നതിനായിട്ട് ഭാരതത്തിൽ 10,000-ലധികം അഡൾട്ട് ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. 2.5 ലക്ഷം സ്റ്റാർട്ടപ്പുകൾ, ശരാശരി 28 വയസ്സുള്ള യുവ സംരംഭകർ ഉപഗ്രഹങ്ങളും റോക്കറ്റുകളും വിക്ഷേപിച്ചു. അവരുടെ ആദ്യ ശ്രമങ്ങളിൽ തന്നെ ശ്രദ്ധേയമായ നാഴികക്കല്ലുകൾ കൈവരിച്ചു. ഇന്ന് ഭാരതത്തിൽ 2.5 ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകളുണ്ട്. അടുത്തിടെ ഞങ്ങൾ AI ഇമ്പാക്ട് ഉച്ചകോടിയും സംഘടിപ്പിച്ചു. AI വളരെ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ യുവാക്കൾക്കായി ഒരു പ്രഖ്യാപനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കളെ AI നൈപുണ്യത്തിൽ പരിശീലിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് AIയുടെ ലോകത്ത് നയിക്കാനുള്ള കഴിവുണ്ട്. അദ്ദേഹം ഇപ്പോൾ നടക്കുന്ന സെൻസസ് പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കാനും യുവാക്കളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അവരുടെ പങ്ക് വളരെ നിർണായകമാണെന്നും അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ പ്രവൃത്തി പിശകുകളില്ലാതെ തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ യുവാക്കൾ അവരുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ ഡിജിറ്റലായി നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2047 വികസിത ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഭാരതത്തെ സഹായിക്കാൻ എല്ലാ പൗരന്മാരോടും, പ്രത്യേകിച്ച് യുവാക്കളോടും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുകയാണ്. പൗരന്മാർ രാജ്യത്തെ സ്വയം മുൻനിർത്തി ദേശീയ താൽപര്യവും കടമയും എല്ലാവരുടെയും ഐഡന്റിറ്റി ആയിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു സ്വാതന്ത്ര്യദിന പ്രസംഗം മാത്രമല്ല, 2047 ഭാരതം എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ദിശാസൂചന കൂടിയാണ്. ആഭ്യന്തര സുരക്ഷയിലെ വെല്ലുവിളികളെ നേരിടുന്നതിനൊപ്പം ഉൽപാദനം മുതൽ AI നൈപുണ്യം വരെയുള്ള മേഖലകളിൽ യുവാക്കളെ മുന്നിലെത്തിച്ച് സ്വാശ്രയവും വികസിതവുമായ ഭാരതം സൃഷ്ടിക്കണമെന്ന സന്ദേശമാണ് പ്രസംഗം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ പ്രഖ്യാപനങ്ങൾ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ സർക്കാരിൻ്റെ പദ്ധതികൾക്കൊപ്പം ജനങ്ങളുടെ പങ്കാളിത്തവും ഉത്തരവാദിത്വവും അത്ര തന്നെ നിർണായകമാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ 2047 വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഏതാണ്? സാങ്കേതിക വിദ്യയോ, യുവശക്തിയോ, സ്വാശ്രയത്വമോ, ദേശീയ സുരക്ഷയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വിഷയം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായിട്ട് മാക്സിമം നമ്മുടെ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.